നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിലാണുള്ളത്. ഒരുപാട് ചരിത്രം പ്രാധാന്യമുള്ള സ്ഥലമാണ് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ. മട്ടാഞ്ചേരിക്കടുത്തുള്ള കൊച്ചിൻ തിരുമല ദേവസ്വം ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗൗഡ സ്വാരസത ബ്രാഹ്മിൺസിൻ്റെ കേരളത്തിലെ തന്നെ വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് പഴമ നിറഞ്ഞ കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഗുജറാത്തി തെരുവിലൂടെയാണ് നടക്കുന്നത്. പഴയ ഗുജറാത്തി കെട്ടിടങ്ങളും അതേപോലെ തന്നെ ഗുജറാത്തി ക്ഷേത്രവും ഗുജറാത്തി സ്കൂളുമൊക്കെ നമുക്കിതിനടുത്തായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന കെട്ടിടം കണ്ടോ, ഇത് 1920 പണി കഴിപ്പിച്ച ഒരു കെട്ടിടമാണ്. അപ്പോൾ അത്രയും വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇതിനടുത്തായിട്ട് ഒരു ജൈന ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ കയറാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി തൊട്ട് 12:30 വരെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ അകത്തേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ നിന്നും കച്ചിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള അവിടെ നിന്ന് കുടിയേറി പാർത്ത ജൈനന്മാരാണ് ഇവിടെ താമസമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് 24 ജൈന തീർത്ഥങ്കരന്മാരിൽ 15ാമത് തീർത്ഥങ്കരനായിട്ടുള്ള ധർമ്മനാഥന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് സന്ദർശനം എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുറമേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഗുജറാത്തിലെ ഒരു ജൈനക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗുജറാത്തി ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതൊരു ശ്രീരാമൻ്റെ അമ്പലമാണ്. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പിലായിട്ട് ശ്രീറാം മന്ദിർ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റും. നല്ല ഒരു രസമാണ് ആ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ കൊച്ചിൻ ഗുജറാത്തി മഹ്ജാൻ എന്ന് പറയുന്ന ഗുജറാത്തി സ്കൂളാണ് കേട്ടോ. അതെ, അപ്പോൾ ഇവിടെയും ഗുജറാത്തി ഭാഷയിൽ ഉള്ള എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന അരിയിട്ട് വാഴ്ച കോവിലകം. അതായത് പുതിയ ഒരു കൊച്ചി രാജാവിനെ രാജ്യത്ത് വാഴിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അരിയിട്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അരിയിട്ട് വാഴ്ച ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്ന കോവിലകമാണിത്. മട്ടാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാഴ്ചകളും അതേപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഗൗഡ സ്വാരസത ബ്രാഹ്മിൺസിൻ്റെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള കൊച്ചിൻ തിരുമല ദേവസ്വം ക്ഷേത്രം. ആ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. 3 ടണ്ണോളം ഭാരം വരുന്ന വെങ്കലമണി, ഈ കാണുന്ന മണിയാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കാനാണെങ്കിൽ 1662 പോർച്ചുഗീസുകാർ ഈ ഒരു ക്ഷേത്രം നശിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവരുടെ ആക്രമണത്തിൽ ഒരുപാട് കൊങ്ങിണി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ തകരുകയും അതേപോലെ തന്നെ അവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവർ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തായിട്ട് ഉള്ള ഉദയംപേരൂരിലേക്ക് ഈ വെങ്കടാചലപതിയുടെ വിഗ്രഹവുമായിട്ട് ഓടിപ്പോവുകയും അവിടെ അഭയാർത്ഥികളായിട്ട് കഴിയുകയും ചെയ്തു. പിന്നീട് 16 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ താമസിക്കുകയും ചെയ്തു. അതിൽ പകുതി വരുന്ന ആളുകൾ തിരുവിതാംകൂറിലും ബാക്കിയുള്ളവർ കൊച്ചിയിലും സ്ഥിരതാമസാക്കി. 1663 ആയപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും അന്ന് ഓടിപ്പോയിട്ടുള്ള ആളുകൾ വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയും കൊച്ചിയിൽ പുതിയ ഒരു സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. AD 1719 വെങ്കടേശ്വര ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ടിപ്പുവിൻ്റെ പടയോട്ടം നടന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായത് പരിഹരിക്കാനായിട്ട് കൊച്ചി രാജാവിനെ സഹായിച്ചത് ഈ തിരുമല ദേവസ്വമായിരുന്നു. അന്നത്തെ ചെലവുകൾ പോലും നടക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ധാരാളം നെല്ല് രാജാവിന് കൊടുത്തതായിട്ടും ചരിത്രരേഖകളൊക്കെ പറയുന്നുണ്ട്. 1791 ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്താണ് ഡച്ചുകാർ രാജാവുമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറ് ലംഘിച്ച്, അതായത് സംഭാവനയായിട്ട് ശർക്കര നൽകുന്നത് നിരസിച്ചതുകൊണ്ട് ധാരാളം കൊങ്ങിണി വ്യാപാരികൾ ശിക്ഷിക്കപ്പെടുകയും കുറേ പേരെ കേസിൽ അകപ്പെടുത്തുകയും ചെയ്തു. കൊച്ചി തിരുമല ദേവസ്വത്തിൽ നിന്ന് 30,000 വരാഹം, അന്നത്തെ പണമായിരിക്കും അത് നിയമവിരുദ്ധമായിട്ട് ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിന് ദേവസ്വം ട്രസ്റ്റിമാരെ തൃപ്പൂണിത്തുറയിലെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് കൊങ്ങിണികൾ മട്ടാഞ്ചേരിയിലെയും അതേപോലെ തന്നെ കൊച്ചിയിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. താമസിയാതെ ഡച്ച് കമാൻഡർ രാജാവിനോട് ഈ ട്രസ്റ്റികളെ മോചിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. 1791 ഒക്ടോബർ 12 ദേവരേശ കിണി ഉൾപ്പെടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യാപാരികളെ കൊല ചെയ്യുകയും കടകൾ കൊള്ളയടിക്കുകയും വ്യാപാരികളെ ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു.
ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭണ്ഡാരം വിട്ടുകൊടുക്കാനായിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് തിരുമല ദേവസ്വത്തിൻ്റെ 3 മേൽനോട്ടക്കാരെ അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജാവിൻ്റെ ക്രൂരതകളെ നേരിടാനായിട്ട് ഡച്ചുകാർ രാജാവിൻ്റെ മട്ടാഞ്ചേരി കൊട്ടാരം ആക്രമിക്കാനായിട്ട് ഒരു സൈന്യത്തെ അയച്ചു. ഈ യുദ്ധമാണ് ദേവേശൻ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഈ കുറ്റം ഭയന്ന് നിരവധി കൊങ്ങണികൾ കപ്പലുകളിൽ രാജ്യം വിടുകയും ചിലർ കൊച്ചി കോട്ടയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ഇതിൽ ചില ആളുകൾ തിരുമല ദേവൻ്റെ വിഗ്രഹവുമായിട്ട് തിരുവിതാംകൂറിലുള്ള തുറവൂരിലേക്കും ആലപ്പുഴയിലേക്കൊക്കെ പലായനം ചെയ്തു. ആലപ്പുഴയിൽ സുരക്ഷിതമായിട്ട് അവർക്കൊരു താമസം ഉറപ്പുകൊടുത്തത് അന്നത്തെ ദിവാനായിരുന്ന കേശവദാസ് ആയിരുന്നു. അദ്ദേഹം വഴി അവരുടെ വിഷമങ്ങൾ രാജാവിനോട് പറയുകയും ആലപ്പുഴ കനാലിൻ്റെ തീരത്ത് ആ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ശക്തൻ തമ്പുരാൻ തിരുവിതാംകൂർ രാജാവിൻ്റെ മുൻപാകെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മറുനാടൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നിവേദനം കൊടുക്കുകയും കൊങ്ങിണി വിഭാഗക്കാരെ കൊച്ചിയിലേക്ക് തിരിച്ചയക്കാനും അതേപോലെ വിഗ്രഹം രാജാവിന് കൈമാറാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിച്ച ഉത്തരവിനെ കുറിച്ചറിഞ്ഞിട്ട് ക്ഷേത്രത്തിലെ 4 അധികാരികൾ 4 സ്ഥലത്തേക്ക് ഈ ഒരു പ്രദേശം വിട്ട് പോവുകയും ചെയ്തു. അതിലൊരാൾ തിരുവിതാംകൂർ രാജാവിൻ്റെ വാണിജ്യ ഏജന്റും അതേപോലെ ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയുമായിട്ടുള്ള ദേവാരേശ ഭണ്ഡാരിയെ കാണാനായിട്ട് തിലിശ്ശേരിയിലേക്ക് പോയി. അവരെ തിരുവിതാംകൂറിൽ താമസിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതേപോലെ തന്നെ രാജാവിനോട് ഈ സംസ്ഥാനത്തിനകത്ത് അഭയാർത്ഥികളായിട്ട് കഴിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ അഭ്യർത്ഥന രാജാവ് അംഗീകരിക്കുകയും അവരാഗ്രഹിക്കുന്ന സമയത്ത് കൊച്ചിയിലേക്ക് മടങ്ങാമെന്നും ഭയം കൂടാതെ തന്നെ ആലപ്പുഴയിൽ അതുവരെ താമസിക്കാമെന്നും അറിയിച്ചു. അപ്പോൾ ഈ ഡച്ചുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുമല പ്രതിഷ്ഠയെ ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശക്തൻ തമ്പുരാൻ പല ശ്രമങ്ങളും നടത്തി. സെക്രട്ടേറിയറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള തിരുമല ദേവസ്വത്തിൻ്റെ ഫണ്ട് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനും അതേപോലെയുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ദേവസ്വത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് മേനോന് നൽകണമെന്ന് രാജാവ് ഡച്ച് കമാൻഡറോട് അഭ്യർത്ഥിച്ചു. 1805 രാജാവിൻ്റെ മരണത്തിന് ശേഷം വിഗ്രഹം കൊച്ചിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു താല്പര്യം കാണിക്കുകയും വിഗ്രഹം പുനഃസ്ഥാപിക്കാനായിട്ട് കേണൽ മൺട്രോയുടെ സഹായം തേടുകയും ചെയ്തു. എന്നാൽ ആലപ്പുഴയുടെ ഐശ്വര്യം തിരുമല ദേവനാണ് എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് അന്നത്തെ റെസിഡൻറ്റ് ഈ അപേക്ഷ നിരസിച്ചു. ആലപ്പുഴയിലെ കൊങ്ങിണിമാർ നല്ല രീതിയിൽ ബിസിനസ് തുടങ്ങുകയും വെയർഹൗസ് നിർമ്മിക്കുകയും അത് ആലപ്പുഴ തുറമുഖത്തിൻ്റെ വികസനത്തിന് കാരണമാവുകയും ചെയ്തു. തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു പുതിയ പഗോഡ നിർമ്മിക്കുകയും അത് സംരക്ഷിക്കാനായിട്ട് ആളുകളെ ഏർപ്പെടുത്തുകയും അതിന് തിരുമല എന്ന് പേരിടുകയും ചെയ്തു. എന്ത് വില കൊടുത്തും ഭഗവാന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായിട്ട് കൊച്ചിയിലെ കൊങ്ങിണി വിഭാഗം തീരുമാനിക്കുകയും 1853 ഫെബ്രുവരി 7 വിഗ്രഹം കൊച്ചിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. തിരുവിതാംകൂർ മഹാരാജാവ് വിഗ്രഹം തിരികെ പുനഃസ്ഥാപിക്കാനായിട്ട് പരാതി നൽകുകയും ഇതേ തുടർന്ന് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നിയമയുദ്ധം വരെ ഉണ്ടാവുകയും ചെയ്തു. AD 1599 ശ്രീ കുംഭകോണം മഠത്തിലെ സ്വാമി വിജയേന്ദ്ര തീർത്ഥയുടെ ശിഷ്യനായിട്ടുള്ള സ്വാമി സുധീന്ദ്ര തീർത്ഥയാണ് ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത്. 1719 രണ്ടാമത്തെ പ്രതിഷ്ഠ ദേവേന്ദ്ര തീർത്ഥയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കാശിമഠത്തിലെ സ്വാമി മാധവേന്ദ്രയും ചേർന്ന് നടത്തി. 1881 സ്വാമി ഭുവനേന്ദ്ര തീർത്ഥയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കാശിമഠത്തിലെ വരദേന്ദ്ര തീർത്ഥയും ചേർന്ന് 3ാമത്തെ പ്രതിഷ്ഠയും നടത്തി. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് കൊച്ചിൻ തിരുമല ദേവസ്വം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. മട്ടാഞ്ചേരിയിൽ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഈ ഒരു പ്രദേശം തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നടന്ന് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പഴയ ബംഗ്ലാവുണ്ട്, അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളുണ്ട്. ഒത്തിരി പിന്നെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഇനിയും നമുക്കെന്തായാലും വീണ്ടും ഒരു ദിവസം ഇവിടെ വരാം. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കെന്തായാലും വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ പേജും ഫോളോ ചെയ്യണം. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാം കേട്ടോ.